നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ പറയുന്ന പ്രോഗ്രാമാണിത്. എന്നും പറയാം, വാഹനം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം, സർവീസ് നല്ലതാണെങ്കിൽ അങ്ങനെ പറയാം, മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള അവസരമുണ്ട്. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് വാഹനങ്ങളെപ്പറ്റി പറയാൻ ഒരു വേദിയില്ല. അതാണ് ഞാൻ ഈ റാപ്പിഡ് ഫെയർ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ്. റോഡ്മേറ്റ് എന്ന ആപ്പ് വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയായാലും വാഹന സംബന്ധമായ എല്ലാ സർവീസുകളും ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാണ്. ഇപ്പോൾ വാഹനം കഴുകുന്നത് തൊട്ട് പെയിൻറ്റിങ് എന്ത് കാര്യങ്ങളും 50-ലധികം സർവീസുകൾ ഈ ഒരു റോഡ്മേറ്റ് എന്ന ആപ്പിലുണ്ട്. 10,000-ലധികം സർവീസ് പ്രൊവൈഡേഴ്സുമുണ്ട് റോഡ്മേറ്റിൻ്റെ കീഴിൽ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി വേണമെങ്കിൽ എടുക്കാം. അതായത് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗത്തിനുള്ള അവസരമാണ്. അപ്പോൾ എങ്ങനെയാണ് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ കസ്റ്റമർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫെയർ ഇനിയിപ്പോൾ അമേരിക്കയിൽ നിന്നായിക്കോട്ടെ എന്ന് വെച്ചു. എൻ്റെ സുഹൃത്ത് സ്റ്റാൻലിയാണിത്. നമസ്കാരം. അപ്പോൾ സ്റ്റാൻലിയുടെ കൂടെ ഞാൻ 2-3 ദിവസമായിട്ട് ഈ വണ്ടിയിലാണ് യാത്ര. അതായത് ഇത് ടെസ്ലയുടെ മോഡൽ വൈ ആണ്. അപ്പോൾ ഒന്ന് മോഡൽ വൈ നമ്മുടെ നാട്ടിലില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചതെന്നും എങ്ങനെയുണ്ട് ഇതിൻ്റെ കംഫർട്ട്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സ്റ്റാൻലിയോട് ചോദിച്ച് മനസ്സിലാക്കാം. സ്റ്റാൻലിയുടെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ന്യൂ ജേഴ്സിയാണ് സ്ഥലം അല്ലേ? സൗത്ത് ജേഴ്സിയാണ് സ്ഥലം. അപ്പോൾ എന്തുകൊണ്ട് മോഡൽ വൈ? 3 main reasons. One is the electric, EV. So there's no gas. Everything is charged. ഇവിടുന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു റീസൺ. മറ്റേ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും മുൻപരയിൽ നിൽക്കുന്ന EV ടെക്നോളജി വൈസ് ഇതാണ്. പിന്നെ ഫോർ എ സ്മോൾ SUV വളരെ കംഫർട്ടബിളാണ്. അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഒരു BMW ബെൻസോ ആ ലെവലിലുള്ള വണ്ടി മേടിക്കുന്ന ആ ക്ലാസ്സിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലുള്ള ഇത് കംഫർട്ട് ഇതിനുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ പെട്രോൾ വണ്ടികളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഹോണ്ട പൈലറ്റ് ഉണ്ട്, പഴയ BMW 7 സീരീസ് ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ ഇവിടെ വേറെ ഒരു വണ്ടികളുണ്ട്, ആർഡിസി, അത് RDX ഉണ്ട് അല്ലേ? അപ്പോൾ അക്യുറ RDX. അപ്പോൾ ഇതെല്ലാം പെട്രോളാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പെട്രോൾ വണ്ടികൾ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്താണ് വലിയ മാറ്റം ഫീൽ ചെയ്തത്? എക്സലറേഷൻ ഈസ് ഡിഫറെൻറ്റ്. കാരണം നമ്മൾ പെട്രോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാല് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിൽക്കത്തില്ല, നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്യണ്ടേ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ കാല് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് സ്ലോ ആവുകയും ചെയ്യും. ഇറ്റ് റീജനറേറ്റ് ദ പവർ. സോ അത് വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഹൈവേയിലൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് സ്ലോ ആയി പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ തിരിയുമ്പോൾ വളരെ സൂക്ഷിക്കണം. യു ഹാവ് ടു ബി കെയർഫുൾ. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി കൺവേഴ്സ് ആൻഡ് നോ സൗണ്ട്. എൻജിൻ്റെ യാതൊരു ശബ്ദവും ഇല്ല, ഓയിൽ ചേഞ്ച് ഇല്ല. പിന്നെ മെയിൻ്റനൻസ് വൈസ് എന്തുവാ 3 ഇയർ കൂടുമ്പം അല്ല 17,000 കൂടുമ്പം 15,000 to 17,000 മൈൽസ് ആകുമ്പോൾ നമ്മളതിൻ്റെ ടയർ റൊട്ടേറ്റ് ചെയ്യണം. അതവർ പറയുന്നുണ്ട്. 25,000 കിലോമീറ്റർ ആകുമ്പോൾ ഏകദേശം 25,000 കിലോമീറ്റർ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ ബ്രേക്ക് പാഡ് 3 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി ആണല്ലേ? അവരതും ഗ്യാരണ്ടി പറയുന്നുണ്ട്. 3 വർഷം കൂടും ഗ്യാരണ്ടി. പിന്നെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് എത്ര മോഡൽസ് ഉണ്ട് ഇപ്പോൾ ടെസ്ലയ്ക്ക് ഇവിടെ അമേരിക്കയിൽ? ഇപ്പോൾ 5 മോഡലുണ്ട്. പക്ഷേ 4 നമുക്ക് അവൈലബിൾ ഉള്ളൂ മാർക്കറ്റിൽ. 5ാമത്തെ മോഡൽ ഇറങ്ങുന്ന ഏതാ, വിച്ച് ഇസ് സൈബർ ട്രക്ക്. അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് മോഡൽ S, മോഡൽ 3. അതാണ് സെഡാൻസ് കാറ്. SUVയിലുള്ള 2 മോഡലാണ് വൈയും എക്സും. എക്സ് ആണ് ഏറ്റവും ടോപ്പ്. അതിനാണ് നമ്മുടെ ബട്ടർഫ്ലൈ വിങ്സ് ഉള്ളത്. അത് നമ്മുടെ ഹയസ്റ്റ് ഇതായിട്ടാണ് കാണുന്നത്. അതിന് നമുക്ക് ഹാഫ് സ്റ്റിയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈലറ്റ് പോലുള്ള ആ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളുണ്ട്. ഇത് അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ്. ഇതും സെയിം ഇതാണ്. പിന്നെ ഇതിനകത്ത് ഡുവൽ മോട്ടറുണ്ട്. ഇതിന് 3 തരത്തിലുള്ള ഇത് വരുന്നുണ്ട്: ലോങ് റേഞ്ച്, പെർഫോമൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു മോട്ടറേ ഉള്ളൂ. ഇത് ഡുവൽ മോട്ടറാണ്. മറ്റേതും പെർഫോമൻസ് എന്ന് പറയുമ്പം ഇച്ചിരി കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ മൈൽസ് കുറയും. ഇതിനാണെങ്കിൽ ഇതിന് 320 മൈൽ അവർ പറയുന്നത്. ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവും? ഉണ്ട്, സെയിം ഉണ്ട്, കിട്ടുന്നുണ്ട് ഇപ്പം തന്നെ. ഇപ്പം പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഓൺലി ചാർജ് 80% ഫോർ എ ഡെയിലി കമ്മ്യൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എപ്പോഴും ഒരു 270 തൊട്ട് 280 നിൽക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ വാഷിംഗ്ടണിൽ പോയപ്പം ഞാൻ ഫുൾ 292 എന്ന് പറഞ്ഞാൽ 300ഓളം ചാർജ് ചെയ്തു. അപ്പോൾ 90% ഞാൻ ചാർജ് ചെയ്തു. ഇല്ല എങ്കിൽ നമ്മൾ ഡെയിലി കമ്മ്യൂട്ട് അവർ പറയുന്നത് നമ്മുടെ വീട്ടിലെ ടെസ്ല ചാർജർ വെച്ച് നമ്മൾ 80% ചെയ്യാവുള്ളൂ.
അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നമ്മൾ വാഷിംഗ്ടൺ DC നിന്ന് വരുമ്പോൾ ഏതാണ്ട് 33 മൈൽസ് ഓടാനുള്ള റേഞ്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു കോഫി കുടിക്കാൻ നിർത്തി ഒരു 10 മിനിറ്റ് കൊണ്ട് എത്ര 175 മൈൽ ഓടാനുള്ളത് തോന്നുന്നു, 10 മിനിറ്റ് കൊണ്ട്. അതെങ്ങനെ അത്രയും ഫാസ്റ്റ് ചാർജിങ് ആണ്? അതിന് 3 തരത്തിലുള്ള ചാർജിങ് ഉണ്ട്. നമ്മുടെ ഈ റാപ്പിഡ് ചാർജർ ഉണ്ട്, അത് ടെസ്ലയുടെ തന്നെ. അപ്പോൾ അത് ഉപയോഗിക്കുവാണെങ്കിൽ ഈ വണ്ടി നമ്മൾ വരുന്നതിന് മുമ്പിട്ട് വണ്ടിയുടെ ബാറ്ററി കാലിബ്രേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ കാലിബ്രേറ്റിംഗ് പ്രോസസ്സിൽ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 175 മൈൽ ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇല്ല എങ്കിൽ നമ്മൾ റോഡിൽ കിടക്കാൻ വേണ്ടി നമ്മൾ വാൺ ചെയ്തതല്ലേ, സോ 30 മൈൽസേ ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ അവർ തന്നെ ഫൈൻഡ് ചെയ്തു അടുത്ത സൂപ്പർ ചാർജർ എവിടെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ആ സൂപ്പർ ചാർജറിൽ നമ്മൾ ഇറങ്ങി നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചാർജ് ചെയ്തു. അതുകൊണ്ട് കോഫി കുടിച്ചിറങ്ങി വന്നപ്പം നമുക്ക് പോരായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈവൻ സ്റ്റിയറിംഗ് പോലും ഹീറ്റാക്കാം, പിന്നെ സീറ്റ്സ് ഹീറ്റാക്കാം, ഇന്റീരിയർ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിൾ ആണ്. അതിന് 7 സീറ്ററും ഉണ്ട്. ഇതിന് 7 സീറ്ററാണ്. ഞാൻ അഡീഷണൽ അത് പറഞ്ഞത് അവർക്ക്. അതിന് നമ്മൾ $2,500 കൊടുക്കുമ്പോൾ 7 സീറ്റർ കിട്ടും. പക്ഷേ 7 സീറ്റർ അഡൾട്ട്സിന് ഇരിക്കാൻ പറ്റത്തില്ല വലുതായിട്ട്. പിള്ളേർക്ക് ഇരിക്കാം, പിള്ളേർക്ക് ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം. നടുക്കത്തെ സീറ്റും ഇതാണ് ഹീറ്റഡ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി നമുക്ക് അറിയണം ഇത് സെക്യൂർ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഇതിനകത്ത് 8 ക്യാമറ ഉണ്ട്. അതിൽ 6 ക്യാമറ എപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് ഒന്ന് ചുരണ്ടുവോ മാന്തുവോ അല്ലെ മോഷ്ടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ ആപ്പിനകത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ വ്യൂവിലും. അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഏത് വണ്ടിയെങ്കിലും അടുത്തുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് സ്ക്രാച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം ഉപയോഗിച്ച വണ്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണോ? സോഫാർ ഇത് കംഫർട്ടിൽ ഇതിനേക്കാളും 750 BMW 750 IL. ഏത് മോഡൽ? 98 മോഡൽ. അതെൻ്റെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായത് ഇങ്ങനെ കീപ്പ് ചെയ്യുക. പുള്ളിയുടെ വലിയ ഫേവറേറ്റ് കാറായിരുന്നു. അപ്പോൾ അത് ക്യാപ്റ്റ് ചെയ്തു. കാരണം അതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സോഫ ക്യാച്ചിലിരിക്കുന്ന പോലെ എവിടെ പൊയ്ക്കോളൂ. അത് നല്ല സ്പീഡുമാണ്, 12 സിലിണ്ടർ എഞ്ചിനുമാണ്. അതിപ്പം മേക്ക് ചെയ്യുന്നില്ല, BMW അതില്ല. സോ അതുകൊണ്ട് അത് കീപ്പ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ അത്യാവശ്യം എല്ലായിടത്തും ചാർജിങ് പോയിന്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അമേരിക്കയിൽ എങ്ങനെയാണ്? എവിടെ ചെന്നാലും ചാർജ് ചെയ്യാവുന്ന അവസ്ഥയുണ്ടോ? ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റിലും പിന്നെ കുറച്ചൊക്കെ മിഡ് വെസ്റ്റിലും ഉണ്ട്. പക്ഷേ റൂറൽ ഏരിയ ഇപ്പം ഓറഗൻ അങ്ങനെയുള്ള മിഡിൽ പാർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റെയറാണ്. അവിടോട്ടൊന്നും അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് പിന്നെ സാൻഡിയേഗോ, ടെക്സസ്. കാരണം ടെക്സസിൽ ഇപ്പം ഓസ്റ്റണിൽ ഇതിൻ്റെ പുതിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് Y മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ 2-3 വീക്സ് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ 1 വീക്ക് കൊണ്ട് കിട്ടും. വൺസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഓർഡർ പ്രോസസ്സ് എല്ലാം ഓൺലൈനിൽ കൂടെ. നമ്മളൊന്നും പ്രത്യേകിച്ച് ഡീലർമാരുമായിട്ടൊന്നും ഡീലൊന്നുമില്ല. ഹാഗ്ലി പരിപാടി അങ്ങോട്ട് പോയി ഞാൻ 10 തരാം, 50 തരാം, 100 തരാം, ആ പരിപാടിയൊന്നുമില്ല. അത് കാണുന്ന വില കൊടുക്കുക, വാങ്ങിക്കുക. കറക്റ്റ്, അത്രേ ഉള്ളൂ. അല്ല, എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈനകത്തൂടെ. നമുക്കത് പിക്ക് ചെയ്യാം. അഡീഷണൽ ഫീച്ചർ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഈ വൈറ്റ് കളർ അഡീഷണൽ ഫീച്ചറാണ്. അതിന് അഡീഷണൽ $1,000. വെള്ള സീറ്റ് അഡീഷണൽ ഫീച്ചറാണ്, $1,000. അവരുടെ ബേസ് മോഡൽ എന്ന് പറയുന്നത് ഒരു തരം കൊണ്ട് ആ ഗ്രേ കളർ കൊണ്ട് ഇല്ലൊരു വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ കിടക്കുന്നില്ല, ആ കണ്ടിയുടെ ആ കളറാണ് അവരുടെ. അതിന് പൈസ ഒന്നുമില്ല. അതിൽ കറുത്ത സീറ്റും തരും. അപ്പോൾ അത് കറുത്ത സീറ്റിന് അത്രയും കംഫർട്ടല്ല, ഇച്ചിരി കൂടെ കംഫർട്ട് കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ട് ഉള്ളത് വേണമെന്ന് വെച്ചുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇതിന് ടോട്ടൽ ഇപ്പോൾ എത്ര രൂപയായി ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ? ഇന്ത്യൻ രൂപയിൽ നോക്കുവാണെങ്കിൽ 62 lakhs. അത് എക്സിലേക്ക് പോവുകയാണെങ്കിൽ എത്ര വരെ എത്തും? എക്സിലേക്ക് പോവുകയാണെങ്കിൽ 1 കോടിയാവും. 1 കോടി പുറത്താവും. ഇപ്പം ഇപ്പോഴത്തെ പുതിയ എക്സ് ആണെങ്കിൽ ഒരു 1.25 കോടിയാവും പുതിയതിൻ്റെ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് വലിയ ഫാനാണ്, ഇലക്ട്രിക് കാറിന് വലിയ ഫാനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാൻലി. അടുത്ത വണ്ടിയും ഇലക്ട്രിക് ആയിരിക്കും. ആഗ്രഹമായി വരുന്ന എന്തായാലും ഒരു വണ്ടി വാങ്ങിക്കണം. അതെ, അപ്പോൾ അത് ഇലക്ട്രിക് ആയിരിക്കും. ആഗ്രഹമുണ്ട് അങ്ങനെ ഇലക്ട്രിക് കാർ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഹൈബ്രിഡ്. ജസ്റ്റ് പ്യുവർ പെട്രോളിയം വേണ്ട. പെട്രോളിയം വേണ്ടെന്ന് പറഞ്ഞാൽ പെട്രോളിയം ദോഷമായിട്ടല്ല, ബട്ട് യു ഹാവ് ദ ടെക്നോളജി അപ്ഡേറ്റഡ്. സോ എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാ? മനസ്സിലാവും. ഹൈബ്രിഡ് ആയാലും നല്ലതാണ്. ഇപ്പം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇപ്പോൾ റൂറൽ ഏരിയയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹൈബ്രിഡ് ആണെങ്കിൽ അവിടെ കിടന്നാലും തിരിച്ച് വീട്ടിൽ വരാം. സോ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ടെസ്ലയുടെ വിശേഷങ്ങളാണ് കേട്ടത്. അപ്പം ഇനി ഞാൻ വരുമ്പോഴത്തേക്കും പുതിയൊരു ഇലക്ട്രിക് കാർ കൂടി വീട്ടിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഉള്ളത് ഹോണ്ട പൈലറ്റും
പിന്നെ അക്യൂരയുടെ RDX ആണ്. RDX മോള് കൊണ്ടുപോയി. ഹോണ്ട പൈലറ്റ് അവിടെ ഉണ്ട്. പിന്നെ സീരീസ് ഞാനത് കാണിച്ചു തരാം. പിന്നെ ഒരു ഓഡിസി ഉണ്ട്. ഓഡിസി ഉണ്ട്. ശരിയാണല്ലോ, ഓഡിസിയാണ് വാൻ നമ്മൾ ഫാമിലി ആയിട്ട്. ഫാമിലി അല്ല, ഇത് ദീപയാണ് കേട്ടോ, അത് പിടിച്ചോണ്ടിരിക്കുന്ന ദീപയാണ്. ദീപയുടെ പൈലറ്റ്. ശരി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം ലീസാ ദീപയുടെ. അപ്പം അത് ഇപ്പം തീരുമോ, ജാനുവരി തീരുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കിയയുടെ ഒരു വണ്ടി എടുക്കാനായിട്ടാണ്. കിയയുടെ ഒരു പുതിയ EV6. അപ്പോൾ അത് ഇപ്പോൾ ഇവർക്ക് പ്രോമോ ഒക്കെ ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ലീസ് ചെയ്യത്തേ ഉള്ളൂ, ബൈ ചെയ്യത്തില്ല. ഇതെല്ലാം ഞാൻ 3 year ലീസ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. സോ ഐ ഡോണ്ട് ബൈ ആൻഡ് കീപ്പ് ഇറ്റ്. ഒൺലി വണ്ടി ദാറ്റ് ഐ കീപ്പിംഗ് ഈസ് BMW. ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഹോണ്ട ആയാലും ഇതായാലും ഇതും 3 year ലീസാണ്. ശരി. സോ 3 year കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. ശരി. അപ്പോൾ എന്ത് നഷ്ടം വരും? എത്ര രൂപ കുറച്ച് ആയിരിക്കും? പൈസയ്ക്ക് മേടിക്കുമല്ലോ നമ്മൾ ജസ്റ്റ് ബാറോ ചെയ്യുന്നേ ഉള്ളൂ. ബാറോ ചെയ്യുന്നു, നമ്മൾ ഡൗൺ ഇടുന്നു, $2,000 ഡൗൺ ഇട്ടു, എന്നിട്ട് $600 മന്ത് ലീസ് കൊടുക്കുന്നു. ആ ലീസ് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുക. ഈ വണ്ടിക്ക് മറ്റു വണ്ടികളൊക്കെ ലീസ് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും, ഈ വണ്ടിക്ക് അതുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ തരത്തില്ല, തിരിച്ച് ഞങ്ങൾക്ക് തരണം. സോ അപ്പം നമ്മൾ ജസ്റ്റ് യൂസേ ഉള്ളൂ, നോ ബൈ. ഇപ്പം എനിക്കിത് ബൈ ചെയ്യുവാണെങ്കിൽ ഞാൻ 59,000 60,000 പ്ലസ് ഒരു ടാക്സും ഇവിടുത്തെ ന്യൂജേഴ്സി ടാക്സും എല്ലാം കൂടെ ചേരുവാണെങ്കിൽ ഒരു 70 അടുത്ത് വരും. എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാനിതിൻ്റെ 15,000 മൈൽസ് വെച്ച് 3 yearലേക്ക് 36 മന്തിലേക്ക് എടുത്തുള്ളൂ. അതേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ചേക്ക് നമ്മളൊരു സമ്മാനം തരും. സമ്മാനം ഇവിടെ അല്ല, നാട്ടിലാണ്. പക്ഷേ നിങ്ങൾ നാട്ടിൽ വരണമെന്നില്ല. അത് റോഡ്മേറ്റ് തുറന്ന ആപ്പ് തരുന്ന ഒരു ഓഫറാണ്. അതായത് നിങ്ങൾ നാട്ടിലൊരു വണ്ടി കിടക്കുന്നുണ്ട്. അത് മാരുതിയുടെ ഇപ്പോഴത്തെ ഉള്ളത് ഇഗ്നിസ് നാട്ടിലുണ്ടല്ലോ. അത് വർഷത്തിൽ 4 പ്രാവശ്യം സർവീസ് ചെയ്യാനുള്ള ഫ്രീ കൂപ്പൺ തരും. താങ്ക് യു. അപ്പോൾ അത് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്യാം. അപ്പോൾ നമ്മളൊരു കൂപ്പൺ തരുന്നതിൻ്റെ നമ്പർ നോക്കി അത് റെഡീം ചെയ്താൽ മതി കേട്ടോ. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കത് വാഷ് ചെയ്യാനും സർവീസ് ചെയ്യാനുള്ള സൗകര്യം തരികയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു. നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരു മോഡലാണ് ഇനി കാണാൻ പോകുന്നത്, SD അഡ്വഞ്ചർ. SD എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കൊതിയോടുകൂടി നോക്കി നിന്നിരുന്ന വാഹനമാണ്. അന്നൊന്നും നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അന്ന് എൻ്റെ ഓർമ്മയിലുള്ള വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിനോദ് ഇപ്പോൾ ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വിനോദ് SD ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വിനോദ് രാവിലെ സ്റ്റാർട്ടാകാതെ വരുമ്പോൾ എപ്പോഴും എല്ലാ ദിവസവും സ്റ്റാർട്ടാകാതെ വരും. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിന് മുകളിൽ ഒരു തള്ളിക്കൊണ്ട് പോയിട്ട് ഇറക്കം വിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർമ്മ ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന ശബ്ദവും കേൾക്കാം, തിരിച്ച് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദവും കേട്ടുകൊണ്ട് നമ്മൾ ഉണരുന്നത് രാവിലെ. ആ ഒരു ഓർമ്മയാണ് SD പറ്റി. പക്ഷേ പിന്നെ SD ഒത്തിരി മാറ്റം വന്നു എന്ന് ഞാൻ കരുതുന്നു. അതാണ് നമുക്കിനി ചോദിക്കാനുള്ളത് SD-യുടെ ഓണറിനോട്, SD അഡ്വഞ്ചറിൻ്റെ ഓണർ. നമസ്കാരം. പേര്? എബിൻ. എന്ത് ചെയ്യുന്നു എബിൻ? ഞാൻ നമ്മുടെ ലൂക്കർ എന്ന് പറഞ്ഞ കമ്പനി ജോലി ചെയ്യുന്നു. ലോജിസ്റ്റിക്സ് ആണ് എൻ്റെ പ്രൊഫഷൻ. ശരി. ലൂക്കർ ഇപ്പോൾ നല്ല കാര്യമായ രീതിയിൽ നല്ലതായിട്ട് പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ മറ്റേ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? ജ്യോതിഷ് കുമാർ എന്ന് പറയുന്നത് പണ്ട് ഹാവൽസിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അതിനായിട്ട് അദ്ദേഹം തുടങ്ങിയ ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റേ അമേരിക്കൻ JV ലുക്കർ യൂസ് എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളിൽ കൂടെ അങ്ങനെ കയറി വന്ന കമ്പനിയാണ്. അവരുടെ നാട് ഇവിടെ തന്നെയാണോ? ശരിക്കും വീട് ഇടുക്കിയ. ഇവിടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ എടപ്പള്ളി തന്നെ. അപ്പോൾ ഇടുക്കിക്കാരനായതുകൊണ്ടാണോ ഈ അഡ്വഞ്ചർ എന്ന് പറയുന്ന മോഡലിലേക്ക് എത്തിയത്? അത് ശരിക്കും ചെറുപ്പത്തിൽ ഞങ്ങളുടെ അവിടെ വണ്ടികളുടെ ഒരു സൗകര്യങ്ങൾ കുറവായിരുന്നു. പിന്നെ തന്നെയുമല്ല, ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് പോലും ബൈക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങണമെന്നായിരുന്നു ഫസ്റ്റ് ആഗ്രഹം. അങ്ങനെ ഞാൻ ആദ്യം സുസുക്കി സാമുറായി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് വണ്ടികൾ മാറി വന്നപ്പോൾ എനിക്ക് ഓഫ് റോഡൊക്കെ കൂടുതൽ ക്രേസ് ആയിട്ട് തോന്നി. അങ്ങനെ എനിക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള വണ്ടി ഒരെണ്ണം വാങ്ങണം. ഓൾറെഡി എൻ്റെ അടുത്തൊരു ഡോമിനർ ഉണ്ടായിരുന്നു ഇത് വാങ്ങുന്ന സമയത്ത്. അതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്തൊരു ഇമ്പൾസും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പവർ അത്ര അങ്ങ് പോരായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഹിമാലയൻ എനിക്ക് വേണ്ടായിരുന്നു. കുറേ കംപ്ലയിൻസ് ഒക്കെ ഇങ്ങനെ കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഹിമാലയനാണ്. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മേടിക്കാൻ താല്പര്യമില്ല. കാര്യം എനിക്ക് ഈ ഓഫ് റോഡിൻ്റെ കൂടെ തന്നെ ഹൈവേ ടൂറിംഗും ഉണ്ട്. അപ്പോൾ ഈ ഹൈവേ ടൂറിങ്ങിന് ഹിമാലയന് അത്ര സ്പീഡ് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലാത്തൊരു പ്രശ്നം, പിന്നെ കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വണ്ടി ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഓൺലൈൻ കണ്ടപ്പോൾ അപ്പോൾ തന്നെ വണ്ടി ബുക്ക് ചെയ്തു. നമ്മൾ പേപ്പേഴ്സിലുള്ള അവർ കൊടുത്ത ആ ഒരു അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വായിച്ച് അതിന്റെ ബേസിന് ഞാൻ അപ്പം തന്നെ വണ്ടി ബുക്ക് ചെയ്തു. വന്നപ്പോൾ തന്നെ വാങ്ങിക്കുകയും ചെയ്തു. എത്ര രൂപയായിരുന്നു വാങ്ങിക്കുമ്പോൾ? 2,72,000 ആയിരുന്നു ഈ സിൽവർ കളറിന്റെ വില. 2 വർഷമായി, ഓൾമോസ്റ്റ് 2 വർഷമായി. അപ്പോൾ ഈ SD പിന്നെ അന്നത്തെ പഴയ കാലത്തിന് ശേഷം പുതുതായിട്ടാണല്ലോ വീണ്ടും രംഗത്തെത്തിയത്. ആ സമയത്ത് അങ്ങനെ ഒരു പുതിയ കമ്പനിയായിട്ട് തന്നെ കാണാം. അങ്ങനെ ഒരു കമ്പനിയുടെ വണ്ടി ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതിൽ ആശങ്കയൊന്നും ഇല്ലായിരുന്നു? ആശങ്ക ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ഓൾറെഡി റോയൽ എൻഫീൽഡ് മാർക്കറ്റിലുണ്ട്. ഇവര് ഇൻഡയറക്ട്ലി അഡ്വർടൈസ് ചെയ്തത് തന്നെ ഇത് ഒരു ഹിമാലയന്റെ എതിരാളി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഹിമാലയനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചത്.
പിന്നെ ഇവരുടെ ഫീച്ചേഴ്സ് ഇവർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അന്നേരം ഒന്നും നമ്മുടെ വണ്ടികളിലൊന്നും ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ 100% കമ്പനീനെ വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റിയോ? തെറ്റി, നന്നായിട്ട് തെറ്റി. വണ്ടിയിൽ ഇറക്കിയപ്പോൾ തന്നെ, ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ വിശ്വാസം തെറ്റി. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ സംഭവിച്ചത്? എൻ്റെ വണ്ടിയാണ് കൊച്ചിയിൽ ഫസ്റ്റ് ടെക്നിക്കലി ഡെലിവറി ചെയ്തത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് അപ്പോൾ തൊട്ട് തന്നെ വണ്ടിയുടെ ABS വാണിംഗ് ഫുൾ ടൈം കത്തി കിടക്കണം. അതുപോലെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പം വണ്ടി ഇങ്ങനെ നേരെ നമുക്ക് തന്ന ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ട്, അവരെ വിളിച്ചു. പുള്ളിക്ക് എന്താ സംഭവം എന്നുള്ളത് അറിയത്തില്ല. അന്നേരം സർവീസ് സെൻ്ററിൽ അവരോട് ചോദിച്ചു. അവർക്ക് ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ പല കോസസിലൊന്ന് ഇതിൻ്റെ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. ABSൻ്റെയും ഈ പറഞ്ഞ പോലെ സ്പീഡോമീറ്ററിൻ്റെയും ഫ്യൂസ് അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ മീൻ അവരത് അല്ലാതെ ഓടിച്ചിട്ടുണ്ട് വണ്ടി, അതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ അത് പറഞ്ഞു തരാൻ പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇഷ്യൂ. പിന്നെ വണ്ടി പോകെ കൂടുതൽ കംപ്ലയിൻസുകൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തുടങ്ങി. ഇപ്പോൾ വണ്ടി ഏകദേശം 27,000 കിലോമീറ്ററായി. ഈ 27,000 കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു 40,000-50,000 ഇതിന് മെക്കാനിക്കലി മാത്രം മുടക്കിയിട്ടുണ്ട്. ആണല്ലേ? ശരി. എന്തൊക്കെയാ സാധാരണ സ്ഥിരമായിട്ട് വരുന്ന കംപ്ലൈന്റുകൾ? എന്തൊക്കെയാ സ്ഥിരമായിട്ട് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്? ആദ്യം എൻ്റെ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് നമുക്ക് ചെറിയ ഓട്ടങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ക്ലച്ച് നമ്മൾ 2 കൈ വെച്ച് പിടിച്ചാൽ പോലും വരാത്തൊരവസ്ഥ. ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ ഗിയർ പ്രോപ്പറായിട്ട് വീഴത്തില്ല. പിന്നെ ഈ വണ്ടി ഇവർ പറയുമ്പോഴാണ് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ട്യൂണിംഗ് എന്ന് ഇവർ പറയുന്നത് ഇത് വണ്ടിക്ക് 29.something Nm ടോർക്കും 30 bhp പവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഐഡിയ ഉണ്ട്. 29 Nm ടോർക്കും 30 bhp പവറും കൊണ്ട് നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത്. അതിൻ്റെ ഒരു 60% പവറേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ ടോർക്ക് 6500 RPM-ലാണ് അവർ നമുക്ക് കിട്ടുന്നതായിട്ട് പറയുന്നത്. ഈ 6500 RPM എത്ര എന്നുള്ളത് നമുക്ക് സിറ്റിക്ക് ഒരിടത്തും നമുക്ക് ഈ 6500 RPM എത്താം. അപ്പോൾ എപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യണം. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടായി ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ സിറ്റിയിലൊന്നും എനിക്ക് ക്ലച്ചിൻ്റെ പ്രശ്നം കാരണം വണ്ടി ഓടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അവിടെ കൊടുത്തപ്പോൾ അവർ എന്തൊക്കെയോ ചെയ്ത് കുറച്ച് ഓയിലൊക്കെ ഇട്ട് ശരിയാക്കി ഇറങ്ങി ഒരു 10-20 കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും ക്ലച്ച് ഹാർഡായി. ലാസ്റ്റ് അവരത് അക്സെപ്റ്റ് ചെയ്തു, മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് ക്ലച്ച് ചേഞ്ച് ചെയ്തു. കുറച്ചാൾ ഈ ക്ലച്ച് കട്ടിയാണെങ്കിലും ഞാൻ പിന്നെ അത് അത്ര കാര്യമാക്കൊണ്ട് ഓടിച്ചുകൊണ്ട് നടന്നു. ക്ലച്ച് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവിലാണോ അവരുടെ ചിലവിലാണോ? അത് അവരുടെ ചിലവില്ല. ഫസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തത് അവരുടെ ചിലവിൽ ചെയ്യുന്നത്. ഒരു 14,000 കിലോമീറ്റർ ആയപ്പോൾ രണ്ടാമത് വീണ്ടും ക്ലച്ച്. ഞാനപ്പോൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും എൻ്റെ വണ്ടിക്ക് മാത്രം. പക്ഷെ അതവർ സമ്മതിച്ചില്ല. രണ്ടാമത് 14,000 വീണ്ടും ക്ലച്ച് കത്തി. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് മെയിൽസൊക്കെ അയച്ചായിരുന്നു STക്ക്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ മിസ്റ്റേക്ക് ആക്കി ഞാൻ പറയുന്നുള്ളതുകൊണ്ട് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ആ സമയത്ത് രണ്ടാമത് അടുത്ത വേർഷൻ വണ്ടി വന്നായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ഈ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ടായിരുന്നു SDയുടെ. എന്നാൽ ഇവർ ആദ്യം പരസ്യത്തിൽ പറഞ്ഞത് തന്നെ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് ആണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. നമുക്കത് അറിയില്ലായിരുന്നു ഇല്ലെന്നുള്ളത്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്കത് സംശയം തോന്നിയെങ്കിലും പക്ഷേ അത് ചോദിക്കുമ്പോൾ ഇവർക്ക് ഈ സർവീസ് സെൻ്ററിലെയോ ഇവരുടെ സെയിൽസിലുള്ള ആൾക്കാർക്ക് യാതൊരു വ്യക്തമായ ഐഡിയ ഇല്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ അവിടെ എവിടെയും തൊടാതെ ഉത്തരം പറയും. ട്രെയിനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, കറക്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് ക്ലച്ച് ചേഞ്ച് ചെയ്തു. സ്ലിപ്പർ ക്ലച്ച് വെച്ച് ഒരു 10,000 രൂപ ചിലവായി അതിന്. സ്പെയറിന് മാത്രം ഏകദേശം ഒരു 9,300 ആയി. പിന്നെ ചെറിയ എന്തോ ഒരു ലേബർ അങ്ങനെ ഒരു 10,000 അതിന് ചിലവായി. അതായിരുന്നു എൻ്റെ. അപ്പോൾ വണ്ടി ഞാൻ ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി, കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ല. അടുത്ത പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മുടെ വണ്ടി ഒരു സർവീസ് സെൻ്ററിൽ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ വണ്ടിയുടെ എല്ലാത്തിൻ്റെ അടുത്ത് ഒരു ടാഗ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് ഇന്ന വണ്ടിയാണ്, ഇതിന് എത്ര വിലയാണ്. അവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 188 kilograms ആണ്. നമുക്ക് അത് കഴിഞ്ഞാണ് പിന്നെ വണ്ടി റിയൽ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വണ്ടി മറ്റേ നമ്മുടെ വെയ്ബ്രിഡ്ജിൽ പോയി തൂക്കി നോക്കിയിട്ടുണ്ട്. ഒരു 90% ഫ്യൂവലും ഇതിൻ്റെ കേജിലുള്ള വണ്ടി 210 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഈ ഡൊമിനർ വരെ കൊണ്ടുപോകുന്ന ഒരു ഓഫ് റോഡാണ് ഈ പാൽക്കുളമേട്. വഴി നല്ല മോശമായിരുന്നു. ഞാൻ ഈ വണ്ടിയായിട്ട് പോയിട്ട് ഞാൻ കുറേ തവണ വീണ്ടും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. വണ്ടി തന്നെ ഓടിക്കാൻ പറ്റാത്തൊരു ഫീൽ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് മേടിച്ച വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒട്ടും ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടി 210-215 കിലോയോളം ഫുൾ ടാങ്ക് പെട്രോളും ഈ ആക്സസറീസ് ഇതിന് ആക്സസറീസ് അവർ തരാത്ത ഒരായിട്ടുള്ള ഒരു ആക്സസറീസ് ഈ വണ്ടിയിലില്ല. ഇത്രയും വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. 188 കിലോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 215 കിലോ ആണ്. അപ്പോൾ തന്നെ നമുക്ക് എത്ര കിലോ അവിടെ വ്യത്യാസമുണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ ഓരോ കിലോയ്ക്കും കൂടുന്നതനുസരിച്ച് ബൈക്കിൽ ആ ബുദ്ധിമുട്ട് വരും. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുന്തോറും ഓരോരോ പ്രശ്നങ്ങൾ. പിന്നെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ജോലി സംബന്ധമായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഫാക്ടറി കോയമ്പത്തൂരാണ്. എനിക്ക് അവിടെ കസ്റ്റംസിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ബൈക്കിലാണ് എപ്പോഴും. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഇതിനാണ് പോകാറ്. തലേദിവസം വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു. ജിമ്മ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് വണ്ടി ഓഫായിപ്പോയി. വണ്ടി ഇഗ്നീഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ വണ്ടി എന്ത് ചെയ്തിട്ട് സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ സർവീസ് സെൻ്ററിൽ വിളിച്ചു. അവരത് നോക്കി ഇത് നോക്കുന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല. അവർ പറഞ്ഞു എനിക്ക് തോന്നണേ അവർക്ക് അറിയത്തില്ല എന്നിട്ടാണോ പറഞ്ഞു തരാറില്ല എന്താ അറിയില്ല. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു വണ്ടി ഒരു ഫ്യൂസ് പോയതാണ്. ആ ഫ്യൂസ് നമ്മൾ ഇടുമ്പോൾ തന്നെ അടുത്ത ഫ്യൂസ് അടിച്ചു പോകും. അങ്ങനെ ഞാൻ പിന്നെ കോയമ്പത്തൂർ എനിക്ക് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ വണ്ടിക്ക് പോയിട്ട് വന്നു. ഇത് ഈ പറഞ്ഞ പോലെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു. 2 ആഴ്ചയോളം അവിടെ വെച്ചു. അവർ ശരിയാക്കിയെന്ന് പറഞ്ഞു. വണ്ടി എടുത്തു.
പുറത്തിറങ്ങി ഒരു 10 കിലോമീറ്റർ ഓടി വീണ്ടും ECUവിൻ്റെ വാണിംഗ് എത്തി. ഞാനപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ECU വാണിങ്ങില്ലേ ഒന്ന് കൊണ്ടുവന്നാൽ മതി, ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനവിടെ കൊടുത്തു. അവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. ശരിയായിട്ടുണ്ടെന്ന് തോന്നി. നോക്കുമ്പോൾ ശരിയാണ്, ECU വാണിങ് ഓഫായിട്ടുണ്ട്. വീണ്ടും ഒരു 15 കിലോമീറ്റർ വീണ്ടും ECU വാണിങ് എത്തി. അപ്പോൾ അടുത്തൊരു വിഷയം വന്നതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ വണ്ടിയുടെ ആക്സിലേറ്റർ കൂടുന്നു, തന്നെ കുറയുന്നു, തന്നെ കൂടുന്നു, തന്നെ കുറയുന്നു. വീണ്ടും കൊണ്ടുവച്ചു. അവർ ശരിയാക്കിയെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി. ഇതൊക്കെ നമുക്ക് അത്യാവശ്യങ്ങൾ വണ്ടിക്കുള്ള സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവർ ശരിയാക്കി തന്നു, ശരിയായില്ല. വീണ്ടും കൊടുത്തു, വീണ്ടും ശരിയായില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, വണ്ടി അകത്ത് കൊണ്ടുപോയിട്ട് ഇവർ മറ്റേ സ്കാനറിൽ എറർ റീഡ് ചെയ്യും, എറർ ഡിലീറ്റ് ചെയ്യും, വീണ്ടും തരും. അങ്ങനെ ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചു. എന്ന് വേണ്ട ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും ഇനിയിപ്പോൾ ഇത് ബേസിക്കലി വണ്ടിയുടെ പ്രശ്നമാണോ അതോ ഈ സർവീസ് സെൻ്ററിൻ്റെ പ്രശ്നമാണോ അതോ സർവീസിൻ്റെ പ്രശ്നമാണോ? ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. അതിനെ അവർ പ്രോപ്പറായിട്ട് സർവീസും സപ്പോർട്ടും തന്നാൽ അതൊരു 80% വരെ മാറും. ഇവർ ശരിക്കും മണി മൈൻഡഡ് ആണ്. അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് മേടിക്കാമെന്ന്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും പൈസ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ അകത്തൊരു 3/4 ഭാഗവും സർവീസ് സെൻ്ററിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ പ്രശ്നത്തെക്കാൾ ഏറെ സർവീസിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ. ടെക്നിക്കലി അവർ അത്ര നോളജ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ സർവീസ് സെൻ്ററുകൾ തീരെ കുറവാണ്. അപ്പോൾ ഈ നമ്മൾ കൊച്ചി സർവീസ് സെൻ്ററിൽ ചെന്നാൽ തന്നെ കാണാം, നമുക്ക് അങ്ങോട്ട് കയറാൻ മേലാത്തല്ലോ അവിടെ വണ്ടികളിരിക്കുക. പിന്നെ ഈ നല്ലതായിട്ട് ജോലി ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ചെയ്യുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് മെയിനായിട്ട്. അപ്പോൾ ഇനി ഒരു SD വാങ്ങിക്കുമോ? നെവർ. ഞാൻ വാങ്ങത്തുമില്ല. എനിക്കറിയാവുന്ന ഒരാളെ കൊണ്ട് വാങ്ങിക്കുന്നു. ഇല്ല. കാര്യം നമുക്ക് വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഈ വണ്ടിയുടെ പേര് തന്നെ ഒരു അഡ്വഞ്ചർ എന്ന് ഇട്ടേക്കണേ. നമുക്കൊരു മൈലേജിൽ പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. മൈലേജൊക്കെ നോക്കി ഓടിക്കാനാണെങ്കിൽ നമുക്ക് സ്പ്ലെൻഡറോ പാഷനോ ഒക്കെ വാങ്ങാം. നമ്മൾ ഓഫ് റോഡ് പോകാനും ലോങ് ഹൈവേ ടൂർ ചെയ്യാനും അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പർപ്പസിന് ഒരിക്കലും ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെ ഒരു ഓണറിനെ സംബന്ധിച്ചൊരു അഡ്വഞ്ചറാണ് എന്നാ പറയാൻ പറ്റൂ അല്ലേ? എക്സാക്ട്ലി, ഓണറിനെ സംബന്ധിച്ച അഡ്വഞ്ചറാണ്. ശരി. അപ്പോൾ പോട്ടെ, ഇനി ഇതിപ്പോൾ ഇത് വിടുകയാണ്. ഇത് വിറ്റിട്ട് അടുത്തൊരു വണ്ടി പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഞാൻ 2 വണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. ഇനീഷ്യലി എൻ്റെ മനസ്സിൽ ഡ്യൂക്ക് 390 അഡ്വഞ്ചർ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അത് ഏകദേശം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെ, ആൾ ഇപ്പം പുള്ളി ഷിപ്പിലാണ്. അതൊന്നും ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഇരിക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഹിമാലയൻ്റെ അടുത്ത 450 വന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് ഞാൻ മേടിക്കത്തില്ല. വണ്ടി ഇറങ്ങി കുറച്ചാൾ ആൾക്കാരൊക്കെ ഓടിച്ച് അതിന് ശേഷം ആ വണ്ടി മേടിക്കാനാണ് എൻ്റെ പ്ലാൻ. പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഒരു എന്താ പറയുക ദുഃഖം നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. കാരണം വളരെ ആഗ്രഹിച്ച് ഇപ്പോൾ SD എന്ന് പറഞ്ഞാൽ പഴയ ബ്രാൻഡിനുള്ള സ്നേഹം കൊണ്ട് പുതിയ SD വന്നപ്പോൾ വാങ്ങിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾക്ക് വന്ന അനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. കൃത്യമായ ഈ സർവീസിലായാലും സെയിൽസിലായാലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ നാറാണ്ടി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പല വാഹനങ്ങൾ ഇപ്പം നമ്മൾ ഹ്യുണ്ടായി ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടാണ് ഒരു വണ്ടി അവരത് ആറാണ്ടി കഴിഞ്ഞ് നമുക്ക് വിൽക്കാനായിട്ട് നമുക്ക് തരുന്നത്. ആ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്. അധികം ഒന്നും ഓടിച്ചൊന്നും നോക്കാതെ വണ്ടി പെട്ടെന്ന് നിർമ്മിച്ച് പുറത്തേക്ക് വിടുന്നതിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആദ്യകാലത്ത് ഈ പറഞ്ഞ പോലെ എൻഫീൽഡിൻ്റെ ഹിമാലയൻ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിമാലയൻ വന്നപ്പോൾ വീണ്ടും അത് വാങ്ങിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അതൊക്കെയാണ് ഈ ഓരോ ബ്രാൻഡുകൾ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. ഇത് നമ്മുടെ വക ഒരു ചെറിയ ഏതായാലും ഇവിടെയൊക്കെ സർവീസിൻ്റെ വലിയ പൈസ വാങ്ങിക്കുന്നത് നമ്മൾ വർഷത്തിൽ 4 പ്രാവശ്യം ഏത് വണ്ടിയായാലും കഴുകാനുള്ള ഒരു അവസരം തരികയാണ്. അത് റോഡ് മേറ്റ് എന്നൊരു ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വണ്ടി നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും വർഷത്തിൽ 4 സർവീസ് ഫ്രീ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിനടുത്തുള്ള സർവീസ് സെൻറ്റേഴ്സൊക്കെ അതിൽ കാണിക്കും ആപ്പിൽ. അവിടെ കൊണ്ടുപോയി നമ്മളുടെ വകയായിട്ട് ഫ്രീ ആയിട്ട് സർവീസ്, അതിനുവേണ്ടി ഒരു കൂപ്പൺ തരും, അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ SD-യുടെയും ജാവയുടെയും ഒക്കെ ഡീലർമാർ. അവരൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ നന്നാക്കാനുള്ള അവസരം തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഒരു SD ഓണറിൻ്റെ എന്താണ് പരിദേവനം കേട്ടതേ ഉള്ളൂ. ആകെ സങ്കടത്തിലായിരുന്ന കക്ഷി. അത് അഡ്വഞ്ചർ എന്ന ബൈക്കാണ്. ഇത് SD-യുടെ സ്ക്രാംബ്ലറാണ്. സ്ക്രാംബ്ലറാണ് ഓണറാണ് പരിചയപ്പെടുന്നത്. പേര് പ്രണവേഷ്. എനിക്കൊരു കഫേ ഉണ്ട്, പെട്രോഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് ചോറ്റാനിക്കര. പെട്രോഹെഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് ശരി. ബർഗർ സാൻഡ്വിച്ച്. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അത് ആ ലൊക്കേഷൻ ഏതായിരുന്നു? അത് നമ്മുടെ ബൈപ്പാസ് റോഡ് ഉണ്ടല്ലോ, ചോറ്റാനിക്കര ബൈപ്പാസ് റോഡിൽ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ. അപ്പോൾ അതുവഴി പോകുമ്പോൾ ഈ ബൈക്കേഴ്സൊക്കെ ശ്രദ്ധിച്ചേക്ക്. എൻ്റെ പേര് പെട്രോഹെഡ്സ് എന്നാണ്. അപ്പോൾ ഒരു റിയൽ പെട്രോഹെഡ് ആണോ? അതെ. ഞാനൊരു എക്സ്പ്ലോർ എന്ന് പറയുന്ന കമ്പനിയിൽ ബൈക്ക് ടൂറിംഗ് കമ്പനിയാണ്. അവിടെ റൈഡ് ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ. ശരി. അപ്പോൾ റെഗുലർലി മാസത്തിലൊരു 4 റൈഡൊക്കെ ഉണ്ട്. ആണല്ലേ? റൈഡ് എന്ന് വെച്ചാൽ അത് ലോങ് റൈഡുകളാണോ? ലോങ് റൈഡുകൾ. ഊട്ടി, കൊടൈക്കനാൽ എല്ലാം എടപ്പള്ളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, തേക്കടി,
അങ്ങനെ. അതിപ്പോൾ ഈ ബൈക്കുള്ള ആർക്കും പങ്കെടുക്കാം. അത് ബൈക്ക് ഇവർ റെന്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ബൈക്ക് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. സ്റ്റേയും കോർഡിനേഷനും ബാക്കപ്പ് വാനായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഇഷ്യൂസ് ബാക്കപ്പ് വാനായിട്ട് വരും. അപ്പോൾ ഇഷ്യൂസിൽ ഒരു പ്രാവശ്യം ഈ വണ്ടി കയറ്റിയ ഒരു സ്റ്റോറിയും കൂടി എനിക്ക് പറയാം. ഓക്കെ, അത് പറയാം. അതിന് ഉപയോഗിക്കട്ടെ. ഇപ്പോൾ ഒരു പെട്രോൾ ഹെഡ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എസ് ഡിയിലേക്ക് എത്താനുള്ള കാരണം എന്തായിരിക്കും? എസ് ഡിയിലേക്ക് എത്താനുള്ള കാരണം ഞാൻ ആദ്യം കോവിഡ് ടൈമിന് മുമ്പ് ഇതാണ് ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഹോണ്ട ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്. അവരുടെ റിഫൈൻമെൻറ്റും കാര്യങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ ഞാൻ ഹൈനസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കോവിഡൊക്കെ വന്നു, എനിക്ക് ബൈക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് RS അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ബുക്കിംഗ് RSലേക്ക് മാറ്റി. അത് കഴിഞ്ഞാണ് ഈ എസ് ഡിയിൽ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എസ് ഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നോർമലി അത്യാവശ്യം റിവ്യൂ ചെയ്ത് ഓടിക്കുന്ന ആളാണ്. നല്ല പവറിൽ റിവ്യൂ ചെയ്ത് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ 11:1 സംതിങ് ഉണ്ട്. അത് ലോങ് സ്ട്രോക്ക് എഞ്ചിനും ഇത് ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനും. അപ്പോൾ എനിക്ക് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്ത് ഓടിക്കാൻ എൻ്റെ ഒരു നേച്ചറിന് പറ്റിയ ക്യാരക്ടറായിട്ട് എനിക്ക് വണ്ടി തോന്നി. പക്ഷേ അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് തോന്നിയോ? അതിൻ്റെ റിഫൈൻമെൻറ്റ് ഇല്ല. അത് നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. പക്ഷേ നമുക്ക് ആ റിവ്യൂ ചെയ്ത് ഓടിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഇതിന് നല്ലോണം ഉണ്ട്. അപ്പോൾ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനും എനിക്കിത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഞാൻ ഓൺ റോഡ് എടുക്കുമ്പോൾ 282. ഹൈനസിന് ആ സമയം എനിക്ക് തോന്നുന്നു 260 സംതിങ്. പക്ഷേ ഹോണ്ട എന്ന് പറയുന്നത് എന്തായാലും ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്. അതിനേക്കാളും വില കൊടുത്ത് പണ്ട് ട്രസ്റ്റഡ് ആയിരുന്ന ഒരു ബ്രാൻഡിലേക്കാണ് പോയത്. ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടി? ആ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് തന്നെയാണ്. അതായത് എൻ്റെ ക്യാരക്ടറിനനുസരിച്ച് ഒരു വണ്ടിയാണ് എനിക്ക് കിട്ടിയത്. മറ്റേത് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് ലെങ്ത് ആയിട്ടേ നമുക്ക് ടോപ്പ് സ്പീഡിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ക്രൂസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ക്വിക്കായിട്ട് നമുക്ക് സ്പീഡ് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ടോർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. ആ ഒരു പ്രശ്നം. ടോർക്ക് എന്ന് വെച്ചാൽ ലോവർ എൻഡ് ടോർക്ക് നല്ലതാണ്, നമുക്ക് സിറ്റിയിൽ സുഖമായിട്ട് ഓടിക്കാം. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി ഹൈ എൻഡ് ടോർക്കുള്ള കംപ്രഷൻ റേഷ്യോ കൂടുതലുള്ള എന്നാൽ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയൊരു വണ്ടി, അതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഡ്യൂക്കൊക്കെയാണ്. ആ സമയത്ത് HD ആണ് ഈ വണ്ടി എനിക്ക്. എന്നിട്ട് ഇത്രയധികം കാര്യങ്ങൾ എന്താ പറയേണ്ടത് വേണം എന്ന് വെച്ച് ചെയ്തിട്ട് ഇതെല്ലാം കിട്ടുന്നുണ്ടോ? എനിക്ക് വണ്ടിയുടെ പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു SD അഡ്വഞ്ചർ എന്ന മോഡലിൻ്റെ വെയിറ്റ് ഇത് 180 ഉള്ളൂ. 180 kg ആണ്. അഡ്വഞ്ചർ 210, 215 വരെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓണറോട് സംസാരിച്ചപ്പോൾ 188 എന്ന് പറഞ്ഞാണ് അവർ വിറ്റത്. 215 ഉണ്ട് അതിന്റെ കേജും കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. പക്ഷേ രണ്ടിന്റെ എഞ്ചിൻ സെയിം ആണ്. ട്യൂണിങ്ങിന് ചെറിയ വേരിയേഷൻ ഉള്ളൂ. അപ്പോൾ ആ വണ്ടിക്ക് പറ്റിയൊരു എഞ്ചിൻ കൺസെപ്റ്റ് അല്ല അതിലിരിക്കുന്നത്. പിന്നെ വയറിംഗ് കിറ്റും, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, അതിൻ്റെ റെഗനോമിറ്റി വ്യത്യാസമുണ്ട്, സൈസ് വ്യത്യാസമുണ്ട്, കാര്യങ്ങളെല്ലാം ചേഞ്ച് ഉണ്ട്. ഇതിൻ്റെ കേബിളിങ്ങും തന്നെയാണ് അതിൽ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് അതിൽ കാണുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഇഷ്യൂസ് ഒന്നും എനിക്കിതിൽ കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ എനിക്കൊരു ഇഷ്യൂ വന്നത് ലാസ്റ്റ് ഞാൻ ഊട്ടി റൈഡ് പോയപ്പോൾ ഞാൻ വണ്ടി ലെഫ്റ്റിലേക്ക് ഓടിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അതായത് ഊട്ടിയിലെ ഹൈ റേഞ്ച് കയറാൻ നേരത്ത് ഹെയർ പിന്നൊക്കെ എടുക്കുമ്പോൾ കർവ് ചെയ്യുമ്പോൾ വണ്ടി ഓഫായി പോകും. അങ്ങനെ മേളിലെത്തിച്ചു. സംഭവം വയറിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. പിന്നെ അവരുടെ എക്സ്പെഡോറിൻ്റെ ബാക്കപ്പ് പാനലിൽ ഞാൻ വണ്ടി റിട്ടേൺ ഇവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നു. വയറിംഗ് കിറ്റ് ഒരു വാറണ്ടിയിൽ മാറി തന്നു. ഇപ്പോൾ വണ്ടി 33,000 കിലോമീറ്ററായി. അതിൽ വയറിംഗ് കിറ്റ് മാറിയതിൻ്റെ ഒരു സങ്കടമുണ്ട് ആ ഒരു കിലോമീറ്ററിൽ. പക്ഷേ നമ്മൾ അന്ന് സംസാരിച്ച SD ഓണർ പറഞ്ഞു വെച്ചാൽ ഈ ഇവിടുത്തെ സർവീസ് സെൻറ്ററിലൊക്കെ ഉള്ളവരാണെങ്കിലും വേണ്ടത്ര ട്രെയിൻഡ് അല്ല എന്ന് വിളിക്ക് തോന്നിയിരുന്നു. അങ്ങനെ തോന്നിയോ? അതെ, സർവീസ് സെൻറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻഡ് അല്ല, ഓൾമോസ്റ്റ് ട്രെയിൻഡ് അല്ല. അതായത് അവർക്ക് പ്രോപ്പറായി ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു പ്രാവശ്യം സർവീസ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബ്ലേഡ് വെച്ച് തന്നു. നമ്മുടെ നൈഫ് ഉണ്ടല്ലോ, എന്തോ ഭാഗത്തിന് എനിക്കത് എന്താ സാധനം എന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ബ്ലേഡാണ്. ഞാനത് ശ്രദ്ധിച്ച് നോക്കിയോണ്ട് എൻ്റെ കൈ കീറിയില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ തുടക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൈ കീറിയാണ്. അത് ശരി. അതെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ SD ഇരിക്കുന്നവർ, എന്തൊരു അപകടം പിടിച്ച പരിപാടിയാണ്. ആ ബ്ലേഡ് ഇൻ കേസ് എങ്ങാനും റണ്ണിങ്ങിൽ എൻ്റെ വണ്ടിയിൽ നിന്ന് ചാടി റോട്ടിൽ വീണു വേറെ ആർക്കെങ്കിലും ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ അവരെ സൈഡിൽ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇവരുടെ ലേബറാണ് ഏറ്റവും കൂടുതൽ. പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതൽ ലേബറാണ്. ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് പാഡ് മാറുന്നു, ലേബറാണ് അതിൽ ഏറ്റവും വരുന്നത്. നമുക്ക് ആ പ്രൊഡക്റ്റിന് അത്രയും റേറ്റ് വരുന്നില്ല. പക്ഷേ ലേബർ നല്ലോണം ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് സിറ്റിക്കകത്ത് എനിക്കൊരു 25, ലോങ് പോയാൽ 30. എനിക്ക് ടോപ്പ് 31 കിട്ടിയത് ധനുഷ്കോടി റൈഡിൽ കുറേ നേരം ക്രൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ 2 കൊല്ലമായല്ലോ? അതെ, 1 കൊല്ലം 4 മാസം. അതിനുശേഷം പുതിയ ധാരാളം വാഹനങ്ങൾ വരുന്നു, മോഡലുകൾ വരുന്നു. ഇപ്പം ഈ ട്രയംഫ് ഒക്കെ പോലുള്ളൊരു ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു വണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എനിക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷനിൽ ഞാൻ കംഫർട്ടാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ റൈഡ് വരാൻ നേരത്തെ ഒരു 200 കിലോമീറ്റർ ഒക്കെ സിംഗിൾ സ്പെഷ്യൽ നമുക്ക് വരാം. ബോഡി പെയിൻ ഇല്ല, ലെഗ് പെയിൻ ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹീറ്റ് സിറ്റിക്കകത്ത് ഹീറ്റ് ഉണ്ട്, ഹൈവേയിൽ ഹീറ്റില്ല. ഹൈവേയിൽ നമുക്ക് ആ ഹീറ്റിൻ്റെ പ്രോബ്ലം അറിയില്ല. ഒരു 110 സുഖമായിട്ട് ക്രൂസ് ചെയ്യാം.
പ്രശ്നമില്ല. അപ്പോൾ ഈ റൈഡേഴ്സിന് വേണ്ടി ഒരു കഫേ നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെയൊക്കെ എത്രത്തോളം SD-കളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ഈ കസ്റ്റമേഴ്സിലൊക്കെ? ധാരാളം കസ്റ്റമേഴ്സിൽ അതായത് SD ഇറക്കിയതിൽ ഈ സ്ക്രാംബ്ലർ തീരെ കുറവാണ്. അഡ്വഞ്ചറാണ് കൂടുതലും സെയിലായിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ വരാറുണ്ട്. എങ്ങനെ പൊതുവെ ഇപ്പോഴത്തെ ഞാൻ ട്രെൻഡ് അറിയാൻ വേണ്ടി ചോദിക്കണം, അവിടെയൊക്കെ വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണ് ഇപ്പോഴത്തെ? കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഓഫ് റോഡിംഗ് ആണ് പൊതുവെ. ടൂറിംഗ് എന്നുള്ള കൺസെപ്റ്റ് മാറി എല്ലാവരും ഓഫ് റോഡിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഓഫ് റോഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബൈക്ക് ഓഫ് റോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിക്ക് വരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ്, അതായത് കൂടുതൽ ക്യാഷുള്ള അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെൻറ്റ് ബൈക്കുകളായിട്ട് ഓഫ് റോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്പെയർ മാറണമെങ്കിൽ തന്നെ നല്ല എമൗണ്ട് വരും. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ നോർമലി ഒരു എക്സ്പൾസ് പോലത്തെ ബൈക്കുകളാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, സുഖമായിട്ട് ഓഫ് റോഡ് പോവാം. വെയിറ്റ് കുറവാണ്. വെയിറ്റ് കൂടുന്തോറും നമുക്ക് ഓഫ് റോഡിൻ്റെ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കും. അപ്പം എന്താണ് ഒരു ഏറ്റവും മികച്ചൊരു ഓഫ് റോഡായിട്ട് തോന്നുന്നത് ഏത് ബൈക്കാണ്? എനിക്കിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഫ് റോഡായിട്ട് തോന്നുന്ന എക്സ്പൾസ് തന്നെയാണ്. അല്ല, അതിലൊരു മാറ്റമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഹിമാലയൻ പുതിയത് വരുന്നുണ്ട് 450. അതെ, ഇനിയിപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അത് വളരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അതെ, കുറേ പേര് പല പിള്ളേരൊക്കെ കാത്തിരിക്കുകയാണ് 450ക്ക് വേണ്ടി. അതെ, അവരതിൽ ഒരുപാട് ഫീച്ചറൊക്കെ പുതിയത് കൊണ്ടുവന്നുണ്ട്. ഇൻബിൽഡ് ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ അതിൽ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് സ്ട്രോക്ക് എഞ്ചിൻ കൊണ്ടുവരുന്നത്. ഇതുവരെ അവർക്കെല്ലാം ലോങ് സ്ട്രോക്ക് എഞ്ചിനുകളാണ്. അതിൻ്റെ കംപ്രഷൻ റേഷ്യോ ഇതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. 11:2 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി പവർ ഡെലിവറി ചെയ്യുന്ന വണ്ടിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആൻഡ് ടോർക്ക് തീരെ കുറവാണ്. നമുക്ക് സിറ്റിക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറി കൊടുക്കണം. നമുക്കൊരു 4ാമത്തെ ഗിയറിൽ 30 പോകാൻ പറ്റില്ല, എഞ്ചിൻ നോക്കിങ് വരും. അപ്പോൾ ആ ഇഷ്യൂസ് ചിലപ്പോൾ അതിലും ഉണ്ടാവും, ടോർക്കിൻ്റെ ഇഷ്യൂസ്. പക്ഷേ ഹൈ പെർഫോമൻസ് ഉള്ള വണ്ടികളായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ SD-യുടെ ഇഷ്യൂസൊക്കെ നമ്മളിപ്പോൾ 1-2 പേരിൽ നിന്ന് കേട്ട് കഴിഞ്ഞു. SD പറഞ്ഞ പോലെ നമ്മളൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊതിച്ചിരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും വന്നതിൽ സന്തോഷം. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഓഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വണ്ടിയുടെ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ 4 സർവീസ് ഫ്രീ തരുന്നു. അത് സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും വണ്ടിയൊക്കെ ചെളി പിടിച്ചിരിക്കുമ്പോൾ അവരുമായിട്ട് ടൈപ്പോൾ ഏതെങ്കിലും സർവീസ് സെൻ്റർ അടുത്തുണ്ടാവും. അവിടെ കൊണ്ടുപോയി വാഹനം വാഷ് ചെയ്യാൻ 4 സർവീസ് ഫ്രീ. അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ തരും, അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഇടയ്ക്ക് കഫേയിലേക്ക് വരും. തീർച്ചയായിട്ടും കഫേ വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓക്കെ, ചോറ്റാനിക്കരയിലാണ്, പെട്രോൾ ഹെഡ് എന്നാണ് കഫേയുടെ പേര്. താങ്ക് യു. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ആവേശം ആയിട്ടുള്ള ഒരു വാഹനമാണ് TVSൻ്റെ എൻടോർക്ക് 125. അപ്പോൾ അതിൻ്റെ ഒരു ഉടമയായ യുവതിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, എന്താ നമ്മുടെ പേര്? ഹൃദ്യ. എന്ത് ചെയ്യുന്നു ഹൃദ്യ? ഞാൻ ഇവിടെ മെക്കാനിക് ഡിജിറ്റലിൽ HR മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ശരി. എത്ര കാലമായി ഇതിപ്പോൾ എടുത്തിട്ട് ആക്ച്വലി 2 വർഷമായി. ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. പക്ഷേ അന്ന് തന്നെ ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതിന് നമ്മൾ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴി ഇതിൻ്റെ സൈലൻസറിൽ നിന്ന് വൈറ്റ് കളറിലെ സ്മോക്ക് ഒക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. നമ്മൾ അവിടെ കൊണ്ട് നാഗ TVS എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്ന് എടുത്തത്, തിരുവല്ല. അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് സൈലൻസറിനകത്ത് വെള്ളം കയറി എന്നാണ് പറഞ്ഞത്. പക്ഷെ സൈലൻസറിനകത്ത് വെള്ളം കയറിയാൽ ഓടിപ്പോയാൽ ഒരു ദിവസം വേണ്ട അത് പോകാനായിട്ട്. പിറ്റേ ദിവസം രാവിലെയും ഇത് തന്നെയായിരുന്നു ഇഷ്യൂ. അത് കഴിഞ്ഞ് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കരട് എന്തെങ്കിലും കയറിയതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇത് തന്നെ ഇഷ്യൂ. അവസാനം നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു. ഇത് ശരിയാവാണ്ട് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോയി ഓരോ തവണ ഇങ്ങനെ നമ്മൾ ഈ സ്മോക്ക് വന്ന് കൊണ്ടുപോയി ചെല്ലുമ്പോൾ ഇവർ പറയുന്നത് അപ്പോഴും വെള്ളമാണെന്നാണ്. ആദ്യം 2 വട്ടം പറഞ്ഞ വെള്ളം കയറിയതിൻ്റെ അത് മാറിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തോ കരടെന്തോ കയറിയിരിക്കുന്നതിൻ്റെയാണ്, ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ഓയിൽ ലീക്കേജ് ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, അത് മാറിക്കോളും, പുതിയ വണ്ടിയുടെ അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്ക്യൂസസ് പറഞ്ഞു. പിന്നെ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എടുക്കില്ല, വണ്ടി ശരിയാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് അവർ പറഞ്ഞത് എന്താണ് ഫുള്ള് എൻജിൻ ചേഞ്ച് ചെയ്തെന്നോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളോട് ചോദിക്കാതാണ് അങ്ങനെ പറയുന്നത്. എന്തോ ഒരു പാർട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളോട് അനുവാദം ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു റിപ്പയർ ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മതിയല്ലോ, ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി എടുക്കണ്ടല്ലോ. പിന്നെ നമ്മളത് കേസ് കൊടുത്തു. പക്ഷേ നമ്മളത് കേസ് കൊടുത്തായിരുന്നു. 2 വർഷം കേസിൽ കിടന്നിട്ടാണ് ഇപ്പം 2-3 മാസമായിട്ടുള്ള വണ്ടി കിട്ടിയത്. വണ്ടി അവിടെ നാഗ TVS തന്നെ വെച്ചേക്കും. 2 വർഷം നാഗ TVS വണ്ടി ഇരുന്നു അവിടെ കേസ് കൊടുത്തിട്ട്. അവര് എനിക്കെതിരെ മീൻസ് ഒരു നോട്ടീസ് അയച്ചു, വണ്ടി അവിടെ വെക്കുന്ന അത്രയും ദിവസം അവർക്ക് പൈസ കൊടുക്കണം, റെന്റ് കൊടുക്കണം. അങ്ങനെയൊക്കെ വിധി വന്നപ്പോൾ വണ്ടി ശരിയാക്കി തരണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് അവർ ഓൾറെഡി നമ്മളിപ്പോൾ എന്തോ ഒരു പാർട്സ് മാറ്റിയെന്ന് പറഞ്ഞല്ലോ, മാറ്റി കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോൾ വണ്ടി ഓക്കെ ആയിരുന്നു.
ഇപ്പം ഓക്കെയാണ്. നമ്മൾ മാറ്റി കഴിഞ്ഞ് നമ്മൾ പോയി നോക്കിയില്ല, കാരണം നമ്മളോട് അനുവാദം ചോദിക്കാണ്ടായിരുന്നു. നമ്മൾ പിന്നെ നോക്കിയിട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ കേസ് കൊടുത്തതായതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നതെന്നുള്ള ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചിരുന്നു, നമ്മൾ എടുത്തില്ല. പിന്നെ കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാണ് നമ്മൾ പോയി വണ്ടി എടുത്തത്. പക്ഷെ അന്നേരം അത് വിജയം നമുക്ക് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ കസ്റ്റമറുടെ പക്ഷത്തിൽ നിന്ന് നല്ല വിധി വന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു വലിയ മേജർ പാർട്സ് എന്തോ മാറ്റിയെന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റി ഉപയോഗിക്കേണ്ട വണ്ടിയല്ലല്ലോ നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ. പിന്നെ എന്തുകൊണ്ടാണ് കോടതി വിധി അങ്ങനെ വന്നതെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ വക്കീലൊന്നും വേണത്ര വാദിക്കാത്തതുകൊണ്ടായിരിക്കാം അല്ലേ? അല്ലെങ്കിൽ സാധാരണ പൊതുവേ ഈ കൺസ്യൂമർ കോർട്ടിൻ്റെയൊക്കെ വിധി വരാറുള്ളത് നമുക്ക് കസ്റ്റമർക്ക് അനുകൂലമായിട്ടാണ് എപ്പോഴും വരാറുള്ളത്. അങ്ങനെ 2 വർഷം ഇത് ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ 2-3 മാസമായിട്ടുള്ള ഇത് കയ്യിൽ കിട്ടിയിട്ട്. എന്നാൽ അതിന് കേസ് കൊടുത്തപ്പോൾ ഇത് ഓരോ ദിവസം അവിടെ വെക്കുന്നതിന് അതിൻ്റെ പൈസ കൊടുക്കണമെന്ന്, ഓരോ ദിവസത്തെ വാടക കൊടുക്കണമെന്ന് കൂടി ഡീലർഷിപ്പ് പറഞ്ഞു. നല്ല ഗംഭീര ഡീലർഷിപ്പാണ്. എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത്രയധികം എന്താ പറയണ്ട കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അന്ന് നമ്മൾ അവിടെ ചെന്നപ്പം അച്ഛൻ ഇങ്ങനെ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ഷൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ ദീപു എന്തോയായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി നമ്മളോട് പറഞ്ഞത് നമ്മൾ വണ്ടി കാണാത്തതിന്റെ കുഴപ്പമാണെന്ന്. ശരി, നമ്മളെല്ലാ വണ്ടിയും കണ്ട് പഠിച്ചിട്ട് വേണം അവിടെ വണ്ടി എടുക്കാൻ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കൊരു പരിചയമില്ലാത്ത ഡീലർഷിപ്പാണ്. എന്തായാലും വളരെ മോശമായി പോയി. തന്നെയല്ല ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ ഒരു വണ്ടി അവിടെ വയ്ക്കുമ്പോൾ അതിന് വാടകയൊക്കെ ചോദിക്കാമെന്നത് അതിക്രൂരമായ കാര്യമാണ്. അതൊക്കെ ഒഴിച്ചു നിർത്തിയില്ല അങ്ങനെ വണ്ടി ആക്ച്വലി അടിപൊളിയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇത് മറ്റേ പുതിയ ഒരു എഡിഷൻ ആണ് വക്കാണ്ട എഡിഷൻ. നമ്മുടെ ബ്ലാക്ക് പാന്തർ ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഇങ്ങനെ മാർവൽ കുറച്ച് ക്രേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനെടുത്ത വണ്ടി അന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം അച്ഛൻ്റെ വണ്ടി എടുത്തോണ്ട് എപ്പോഴും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കാശൊക്കെ കടം വാങ്ങിയിട്ടുള്ള സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ട് എടുത്ത വണ്ടിയാണ്. പക്ഷെ അത് 2 വർഷം യൂസ് ചെയ്തില്ല. 2 വർഷം യൂസ് ചെയ്തില്ല. ആ 2 വർഷം ശരിക്കും പറഞ്ഞാൽ ഈ 2 വർഷം യൂസ് ചെയ്യാത്തതിനുള്ള നഷ്ടപരിഹാരം കൂടി കോടതി വിധിക്കേണ്ടതായിരുന്നു. അതും കിട്ടിയില്ല അല്ല? അത് കഷ്ടം. വളരെ ദുഃഖകരമായ ഒരു കാര്യമായിപ്പോയി. എങ്ങനെയുണ്ട് ബാക്കി ഒരു എന്താ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ റൈഡിങ് പൊസിഷനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ? സ്മൂത്താണ്, അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓടിച്ചതിൽ ഞാൻ ജൂപ്പിറ്റർ ഓടിച്ചിട്ടുണ്ട്, പിന്നെ ആക്റ്റീവ ഓടിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഹോണ്ട ആക്റ്റീവ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല സ്മൂത്താണ്. അതേപോലെ ഹാൻഡിൽ ചെയ്യാൻ ആദ്യത്തെ വട്ടം എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പം. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് നോക്കിയിട്ടില്ല, കാശുള്ള വീട്ടില്ല, നോക്കിയിട്ടില്ല മൈലേജ്. അല്ല അതുകൊണ്ട് കുഴപ്പമില്ല, മൈലേജ് മോശമല്ല. അതുകൊണ്ടാണ് തീരെ മോശമാണ് എന്തായാലും ശ്രദ്ധിക്കേണ്ടത്. അത്ര മോശം മൈലേജ് അത്ര കുഴപ്പമില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മള് പത്തനംതിട്ട പരുമല. അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ടും കുഴപ്പമൊന്നുമില്ല. 300-400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ. അപ്പൊ ഇപ്പൊ എവിടെയാ സർവീസ് ചെയ്യുന്നത്? ഇവിടെ നാഗ വിട്ടു. ഇപ്പൊ അവിടെ പോകാറില്ല. ഇപ്പോഴത്തെ അവിടുത്തെ ആള് കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പൊ കൊച്ചിൻ TVS-ലാണ് നോക്കിയത്. നല്ല സർവീസാണ്. എല്ലാം നല്ല വൃത്തിക്കാൻ അവർ ചെയ്തു തരാറുണ്ട്. അപ്പൊ അന്ന് ഈ കോടതി വിധി വന്നതിന് ശേഷം അവരെന്തെങ്കിലും ഇത് ചെയ്തോ, അതോ വണ്ടി വന്ന് എടുത്തോണ്ട് പോകാൻ പറയായിരുന്നു? ഇല്ല, വന്നതിന് ശേഷം വണ്ടി അവര് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. കാരണം അവിടുത്തെ ആൾക്കാർ മാറിയായിരുന്നു. ഇപ്പം ഉള്ള ആള് നല്ല രീതിയിലാണ് ഇപ്പൊ ആക്ച്വലി ബിഹേവ് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് വെക്കേണ്ടി വന്നു. അതിന്റെ പുറകിൽ വീണ്ടും കുറെ പൈസ പോയി. ന്യൂ രജിസ്ട്രേഷൻ, ന്യൂ ഇൻഷുറൻസ്, നമ്പർ പ്ലേറ്റ്, കുറെ അതിനും വേറെ പോയി. പക്ഷെ എന്തൊരു കഷ്ടമാണ്. ഇതിന് ആഗ്രഹത്തിന് വണ്ടി വാങ്ങിച്ചിട്ട് 2 വർഷമൊക്കെ ഡീലർഷിപ്പ് ഇരിക്കാന്ന് പറഞ്ഞത് എന്തൊരു കഷ്ടം. അന്ന് നമ്മൾ കാണാഞ്ഞത് വളരെ മോശമായി പോയി. കാരണം എങ്ങനെയെങ്കിലും നമ്മൾ TVS-ന്റെ റീജിയണൽ ഓഫീസിലാണെങ്കിൽ ഒരു പ്രഷറൈസ് ചെയ്ത് ഒരു തീരുമാനം ആക്കിയാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ ഇതിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ ഇടപെടുന്നതായിരിക്കും. കാരണം ഇതൊക്കെ വളരെ അങ്ങേയറ്റം മോശമായ കാര്യമാണ്. ഇത് ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഡീലർഷിപ്പിൻ്റെ കാര്യത്തിലായാലും കമ്പനിയുടെ ഭാഗത്തായാലും അങ്ങേയറ്റം മോശമായ കാര്യമാണ്. വളരെ ആഗ്രഹിച്ചൊരു വണ്ടി എടുത്ത് 2 വർഷം ഡീലർഷിപ്പ് വയ്ക്കുകയും അങ്ങേയറ്റം മോശമായ രീതിയിൽ ഓരോ ദിവസം ഡീലർഷിപ്പ് വെക്കുന്നതിന് വാടക വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അവസാനം കോടതി വിധി വന്നതും ഈ ഒരു കസ്റ്റമർക്ക് അനുകൂലമായിട്ടല്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമായിപ്പോയി. അപ്പം ഇനിയിപ്പോൾ TVS സജസ്റ്റ് ചെയ്യുമോ ആൾക്കാർക്ക്? TVS സജസ്റ്റ് ചെയ്യും, പക്ഷേ നാഗ TVS സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഒരു ഡീലർഷിപ്പിന് മൊത്തത്തിലുള്ള പ്രശ്നമായിരിക്കില്ല, അവിടെ ഇരുന്ന ഒരാളുടെ പ്രശ്നമായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അല്ലെങ്കിൽ അത് എങ്ങനെയായാലും വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കോടതി വരെ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം സർവീസ് ചെയ്യാൻ വേണ്ടി വർഷത്തിൽ 4 തവണ ഫ്രീ സർവീസ് നമ്മൾ തരികയാണ്. നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. അതായത് റോഡ്മേറ്റ് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക, വണ്ടിയുടെ നമ്പർ അതിൽ എൻ്റർ ചെയ്യുക, എന്നിട്ട് വർഷത്തിൽ 4 പ്രാവശ്യം സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും വണ്ടി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ നമ്മൾ തരും, അത് റെഡീം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ചെറിയ ദുഃഖം ചെറിയൊരു ആശ്വാസം പോലെ ഒരു 4 ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ നാഗ TVS എനിക്ക് പരിചയമുള്ള സ്ഥലമല്ല. അവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമായ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും സദ്യ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. താങ്ക് യു.